ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങളും എമ്പാടും മുന്നിലുണ്ടായിട്ടും മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം എന്തുകൊണ്ടത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് ഒരു ചിന്താ പ്രശ്നം തന്നെയാണ്. നമ്മുടെ മുന്നിൽ നമ്മുടെ വിചാര വിപ്ലവത്തിൽ വലിയ ചർച്ചയാവേണ്ട ഒരു തത്വമാണ് വിശ്വാസം എന്നുള്ളത്. സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ ഓരോരുത്തരും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വലിച്ചെറിയുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഈമാനുള്ള മനുഷ്യനായി, ഒരു ഈമാനുള്ള കുടുംബമായി കഴിയുക എന്നത് വളരെ ത്യാഗമാണ്. പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ സാഹസികമാണ്. ഓരോരുത്തരുടെയും വാക്കുകളിലും പ്രചരണങ്ങളിലും നാട്യങ്ങളിലും മാത്രം വിശ്വാസവും വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതികളും കാണപ്പെടുന്നിടത്ത് മുനാഫിഖിന്റെ സ്വഭാവമാണ് പേറി നടക്കുന്നത് എന്ന ബോധം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഇല്ല എന്നത് ഒരു സത്യമാണ്. ഇവിടെ ക്രൈസ്തവ ആചാരങ്ങളോട് മുസ്ലിമീങ്ങൾ സൗഹാർദ്ദം പങ്കിടുക വഴി മതഭ്രഷ്ട് സംഭവിക്കുന്നോ എന്നതിന് പോലും ചിന്തിക്കാതെ മതം മറന്നുള്ള മതസൗഹാർദ്ദത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നക്ഷത്രങ്ങളെ വീടിന്റെ മൂലകളിൽ തൂക്കിയും മറ്റും സഹോദര സമുദായത്തോട് നമ്മൾ സാദൃശ്യപ്പെടലാണ്, അല്ലാതെ സാഹോദര്യം തീർക്കലല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനാ കാര്യങ്ങളിലാണ് ഈ ഹദീസ് ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ടത്. ഒരു സമൂഹത്തിന്റെ ആചാരത്തോട് ആര് സാദൃശ്യത പുലർത്തുന്നുവോ ആ ആചാരം മുഖേന അല്ലെങ്കിൽ ആ സാദൃശ്യം മുഖേന അവൻ അതിൽ പെട്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കാര്യങ്ങൾ ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. യേശുക്രിസ്തുവിന്റെ ജനനമറിഞ്ഞ സന്തോഷത്തിൽ ബത്ലഹേമിലേക്ക് നടന്നുപോയ ജ്ഞാനികൾക്ക് വഴി കാണിച്ച നക്ഷത്രങ്ങളെ സ്മരിക്കുന്നതാണ് ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കുക എന്ന ക്രൈസ്തവ ആചാരം. ജ്ഞാനികൾക്ക് മാർഗം കാണിച്ച നക്ഷത്രങ്ങളെ ഒരു ആരാധനയുടെ ആചാരത്തിന്റെ ഭാഗമായി അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് ക്രൈസ്തവ സഹോദരന്മാർ വീടുകളുടെ കോണുകളിലും മറ്റുമായി നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസത്തോട്, ഒരു സമൂഹത്തിന്റെ ആചാരത്തോട് നാം തൃപ്തിപ്പെടുക എന്നത് പോലും കുഫറിനെ സമ്മതിക്കലായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി ഇത്തരം അപജയങ്ങൾ മുഴുവനും ഈമാൻ ദുർബലമായ മനുഷ്യരിലൂടെയാണ് കാണപ്പെടുന്നത്. പല നിലക്ക് അതിനെ അവർ ന്യായീകരിക്കാം. സൗഹാർദ്ദമെന്നോ സഹോദരബോധമെന്നോ ഒക്കെ പറയാം. മതം കളഞ്ഞിട്ട് ഒരു മതസൗഹാർദ്ദം ഒരിക്കലും മതം പ്രോത്സാഹിപ്പിച്ചതല്ല എന്നുള്ളതാണ് വസ്തുത. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണത്തിൽ ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ പറയപ്പെടുന്നത് ധാരാളം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണപ്പെടുന്ന ചില നബിവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്നത് ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇത് ലോകാവസാനത്തിന്റെ തൊട്ടു മുന്നേയുള്ള അതിന്റെ തലേ നാളുകൾ ആണ് എന്നതല്ലേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യൂശികു അൻ യഅതിയ അലന്നാസി സമാൻ, ഒരു കാലം വരാനുണ്ടത്രേ, ഒരു കാലം ലോകത്ത് സംഭവിക്കാനുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മുസ്ലിം ആണ് എന്നതിനുള്ള അയാളിൽ ഉള്ള ഒരു പ്രധാന ഗുണം ഒരു ഇസ്ലാമിക പേര് മാത്രമായിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരുകൊണ്ട് മാത്രം മുസ്ലിം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാണ് ഒരു വ്യക്തിയിൽ നടപ്പാവുക? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ തലങ്ങളിലും ഇസ്ലാം ഉണ്ടാവണം. മറ്റൊരു ആയത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, തെല്ലിൽ ഇരുന്ന് അള്ളാനെ വഴിപ്പെടുന്ന ആളുകളുണ്ട്. നിസ്സാരമായ കാര്യങ്ങളിൽ മാത്രം മതത്തെ ചേർത്ത് പിടിക്കുന്നു, അല്ലാത്ത കാര്യങ്ങളിൽ മതം മറക്കുന്ന ഒരു മനുഷ്യരുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ലോക അവസാനത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു അടയാളമാണ്
ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാം ആയി ബന്ധമുള്ളത് വെറും പേര് മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. പരിശുദ്ധ ഖുർആനുമായി അവന്റെ ജീവിതത്തിലുള്ള ബന്ധം അവൻ കണ്ട് മറന്നുപോയ ഏതൊക്കെയോ അക്ഷരക്കൂട്ടങ്ങൾ മാത്രമായിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസാജിദുഹും മഅമീറ. പള്ളികൾ പരിപാലിക്കപ്പെടുന്ന രൂപത്തിൽ കാണപ്പെട്ടേക്കാം, പള്ളികൾ അലങ്കാര രൂപത്തിൽ കാണപ്പെട്ടേക്കാം, പള്ളി പരിസരങ്ങൾ പള്ളിക്കാടുകൾ എന്ന പ്രതീതിയിൽ നിന്നും പള്ളി പരിസരങ്ങൾ പൂന്തോപ്പുകളായി വർണ്ണിക്കപ്പെട്ടേക്കാം. ഇന്നലകളിലെ പള്ളികളുടെ സൗകര്യങ്ങളോ മറ്റോ അല്ല ഇന്ന്. പള്ളികൾ എമ്പാടും പ്രൗഢമായി ജ്വലിച്ചു നിൽക്കുന്ന വലിയ വലിയ പ്രകാശ ഗോപുരങ്ങളായേക്കാം. പക്ഷേ ഖറാബും മിനൽ ഹുദാ. ഒരു പള്ളിയിൽ കയറിയതിന്റെ പേരിൽ ഒരു മനുഷ്യനും ഹിദായത്തിൽ പുരോഗതി ഇല്ലാത്ത കാലമായിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലേ നമ്മുടെ ഈ പശ്ചാത്തലം എന്ന് നാം മനസ്സിലാക്കാം. എന്നോട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പള്ളിയുടെ പഴയ രൂപത്തിന് തന്നെ ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു. ഒരു ളുഹർ നിസ്കരിക്കാനും മറ്റും ഇതിൻ്റെ അകത്ത് അന്നത്തെ കാലത്ത് കയറിയ ഒരാൾക്ക് കിട്ടുന്ന ഒരു ആത്മീയ അനുഭൂതി എന്ന് പറഞ്ഞ ആ പഴയ കാരണവന്മാർ ഇപ്പോഴും എൻ്റെ ഈ മുന്നിലിരിക്കുന്നവരിൽ പലരുമുണ്ട്. അല്ലെങ്കിലും അങ്ങനെയല്ലേ, പഴയ കാലത്ത് ആ പള്ളികളുടെ ആ മച്ചും അതിന്റെ തട്ടും അതെല്ലാം നമുക്ക് തരുന്ന ഒരു ആത്മീയമായൊരു തണുപ്പ് വേറെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സത്യം നിറഞ്ഞ മുതലിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് തന്നെയാണ് ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത്, പഴയ പള്ളികൾ പൊളിക്കുന്നിടത്ത് അതിന്റെ ആ പഴമയെ നിലനിർത്തിയിട്ട് അത് പരിപാലിക്കുക എന്നതാണ് പോലും പറഞ്ഞിരിക്കുന്നത്. മസ്ജിദ് നബവിയുടെ റൗള ഉൾപ്പെടുന്ന ആ ഭാഗത്തിന് എത്ര പഴക്കമുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു പള്ളിയാണല്ലോ പൊന്നാനി പള്ളി. അതിന്റെ ആ പഴമയിൽ ഇപ്പോഴും ഒരു പുതുമയുണ്ടല്ലോ. ഈ അർത്ഥത്തിൽ പള്ളികളുടെ ഹിദായത്തിനെ മഹാന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് പഴയ കാലത്ത് ഒരു നിലക്കും ഹറാമു വരാത്ത മുതൽ സംഘടിപ്പിച്ചുണ്ടാക്കിയ ആ കെട്ടിടത്തിന്റെ ഒരു ഈമാനികമായ ഒരു ആ കെട്ടിടത്തിനുള്ള ഒരു ഈമാനികമായ ഒരു സ്വാധീനം അത് വലുത് തന്നെ. അതാണ് ഈ ഹദീസ് പറഞ്ഞത്, മസാജിദുഹും ആമിറാ. ലോകാവസാനത്തിന് മുന്നോടിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ കാലങ്ങളിലെ നാടുകളിലെ പള്ളികൾ എന്ന് പറയുന്നത് കണ്ണാടിച്ചില്ല് പോലെയായിരിക്കും. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ. പള്ളിയിൽ കയറിയതിന്റെ പേരിൽ ഹിദായത്തിൽ പുരോഗമനമില്ലാത്ത അവസ്ഥയായിരിക്കും ആ കാലഘട്ടത്തിലെ ആരാധനാ സൗധങ്ങളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ ഈമാൻ ഇല്ല, വെറും പറച്ചിലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ജീവിതമായി മാറുന്നു ഇസ്ലാമിക ജീവിതം. ഞാൻ ഈ പറയുന്നത് എന്റെ നഫ്സിനോടാണ്. എന്റെ സഹോദരങ്ങളെ, ഒരു പുനർവിചിന്തനത്തിന് ഒരു വയസ്സ് യാത്ര പറയുന്ന ഈ സന്ദർഭം, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളും തീർത്തുകൊണ്ട് മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്ന ഈ പരിസരത്ത് സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികമായും മുസ്ലിമീങ്ങൾക്ക് ഏറെ പഠിക്കാനും പകർത്താനുമുള്ള കൊറോണ പോലെയുള്ള ഈ പ്രതികൂല സാഹചര്യം നമ്മുടെ മുന്നിൽ തീർക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ നന്നാവുന്നില്ല. പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിം عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم بدأ الإسلام غريبا وسيعود كما بدأ غريبا فطوبى للغرباء. സ്വഹീഹ് മുസ്ലിം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലതുള്ളി പെരുവെള്ളമായതാ. ഇസ്ലാമിന്റെ യാത്ര അങ്ങനെയാ. ഈ പലതുള്ളി പെരുവെള്ളമായ മുസ്ലിം ജനസഞ്ചയത്തിന്റെ വിശ്വാസമുണ്ടല്ലോ, ഇസ്ലാമിന്റെ കാതലായ ഭാഗം അത് ഈ സമൂഹത്തോട് യാത്ര പറയും. തുടങ്ങിയതെങ്ങനെയോ അങ്ങനെ
തുടക്കത്തിൽ വിരലിലെണ്ണിയവരുടെ ഹൃദയത്തിന്റെ അകത്ത് തീർത്ത വിശ്വാസത്തിന്റെ വലിയ പ്രകാശം. ഈ ദീനങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കും, ലോകാവസാനത്തോട് ചേർന്ന് നിൽക്കും. അന്നുള്ള മനുഷ്യരും തുടക്കക്കാരെ പോലെ ഈമാനുള്ളവർ ആരെന്ന് ചോദിച്ചാൽ ഗരീബ. ഒരു 100 ആളെടുത്ത 1-2 പേര് രൂപത്തിലും കോലത്തിലും എന്നതിനപ്പുറം അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ സംസ്കരണം നടക്കുന്നില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യുന്ന ആരാധനകളുടെ ഫലം. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തുടങ്ങിയതുപോലെ ഒടുങ്ങുന്ന മതമാണ്. ഹിജ്റയുടെ നുബുവത്തിന്റെ ആദ്യത്തെ 5 കൊല്ലത്തിൽ വെറും 39 പേര് മാത്രമാ തുടക്കത്തിൽ ഇസ്ലാമിലുള്ളൂ. നുബുവത്തിന്റെ, അതായത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. 45 വയസ്സ് വരെ വെറും 39 ആളുകളെ ഇസ്ലാമിലുള്ളൂ. ആ 39 പേരും ആൺകുട്ടികളായിരുന്നു. 100 കണക്കിന് ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചു. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിരസ് അറുത്തെടുത്തു കൊണ്ടുവരുന്നവന് നൽകുമെന്ന് ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ ഇനാം പ്രഖ്യാപിച്ചപ്പോ ജന്മനാൽ കണ്ണ് ചുകചുകാന്ന് ചുവന്നിരിക്കുന്ന, ഒരു ചിരിക്കാൻ പോലും കവിള് കോടാത്ത, ഗൗരവം സ്ഫുരിക്കുന്ന 33 വയസ്സുകാരൻ അത് ഏറ്റെടുത്തു. തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അമ്മാനമാടാനുള്ള യുദ്ധപാടവത്തിന്റെ ആൾരൂപമേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ ഈ ഹദീസ് സുദീർഘമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹുസൈമയെ പോലെയുള്ളവർ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദാറുൽ അർഖമിൽ ഹബീബായ നബി തങ്ങളിൽ വിശ്രമിക്കുന്നു. 3-4 സ്വഹാബികൾ മാത്രമാണുള്ളത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഈമാൻ ഹൃദയം കീഴടക്കിയ ആൺകുട്ടികളെ കുറിച്ച് പറഞ്ഞതാണ്. 39 പേരാ ആദ്യത്തെ 5 കൊല്ലം റസൂലുള്ളാഹിയുടെ കൂടെയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു ആൺകുട്ടി ദീനിലേക്ക് വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. സയ്യിദ് ശുഹദായി അസദുൽ ഇലാഹി വറസൂലിഹി ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഉമർ മുസ്ലിമാകുന്നതിന്റെ 3 ദിവസം മാത്രം മുന്നെയാണ് ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. മനസ്സിൽ ഖുർആനിന്റെ വലിയ വിമോചന വിപ്ലവങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പല ദുഷ്ടചിന്തകളെയും ഇറക്കി സംസ്കരിക്കപ്പെട്ട ഉമറ ഇപ്പൊ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കാരണമായ സംഭവം പ്രിയ സഹോദരിയുടെ അർത്ഥഗർത്ത തലങ്ങളിലേക്ക് മനോമുഖരത്തെ ക്ഷണിച്ചു വരുത്തുന്ന ശാബ്ദിക മിശ്രണം പരിശുദ്ധ ഖുർആനായി ഒഴുകി ഇറങ്ങിയപ്പോ ഖുർആൻ കേട്ട ഉമറിന്റെ റളിയല്ലാഹു അൻഹു മനസ്സ് ആദ്യം വന്ന ആ ഒരു ആവേശത്തിലല്ല ഇപ്പോൾ ഉള്ളത്, ഒരു പ്രേരണയിലും ഒരു പ്രചോദനത്തിലും ഒരു പ്രോത്സാഹനത്തിലാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് കാവൽ നിൽക്കുന്ന 3-4 സ്വഹാബികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെയുള്ള വിവരം ഉമർ വധിക്കാൻ വരുന്നു എന്നാണ്. നിരായുധരാ, ആയുധം ശേഖരിക്കാനുള്ള കഴിവില്ല, അംഗബലമില്ല. പക്ഷെ അവരുടെ മുഖത്തു നിന്നും സ്ഫുരിക്കുന്ന ഈമാന്റെ ആയുധം അത് വലുത് തന്നെയായിരുന്നു. വലിയ വിജിഗീഷുവ വരുന്നതെന്നറിയാം. കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, പ്രതിരോധിച്ചു നിർത്താൻ ഉമറേ കയ്യിൽ ഒരു നഖം വെട്ടിപോലുമില്ല. സതുദ്ദേശത്തോടുകൂടെയാണ് നീ അകത്തേക്ക് പോകുന്നതെങ്കിൽ നിന്റെ കൂടെ ഒരു സഹോദര ബന്ധത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് കൈക്ക് ചേർത്ത് പിടിച്ചു ഹംസ. മറിച്ചാട് നീ പോകുന്നതെങ്കിൽ നിന്റെ ശിരസ്സെടുക്കാൻ ഹംസത്തുൽ ഖറാറിന് കയ്യില് വാള് വേണ്ടടാ ഉമറേ, നിന്റെ വാള് തന്നെ മതിയടാ നിന്റെ ശിരസ്സെടുക്കാനെന്ന് പറഞ്ഞോടുത്ത് ഹംസത്തുൽ ഖറാർ ശേഖരിച്ചു വെച്ചത് 3 ദിവസത്തെ പ്രവാചക സൗഹൃദത്തിൽ പൊലിഞ്ഞുണ്ടായ ഈമാൻ. ആൺകുട്ടികളായിരുന്നു. ആനഫോദസതുല്ലില ഹരി ഹംസ ചാടിയടുത്തുടൻ ആരടാ സുജഅത്തുരത്തമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ
വിജ്ഞാനമുറ്റ നബിയുന അവർ എണ്ടി ഹൗളോടടുപ്പതാർ ഞാനിരിക്കേ ജിന്ന് ഇൻസിലും നാലു ദിക്കിലും ഇല്ല ഫേർ. ഹക്കീം ഹൗള് പൊളിക്കാൻ വന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ഹക്കീം വിറച്ചുപോയി, വീണുപോയി. നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ ഹംസയുടെ മുഖം കണ്ടോടത്ത് ഹക്കീം മാപ്പ് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ഖുറൈശി തറവാട്ടിലെ മല്ലന്മാര് നോക്കിയിരിക്കുന്നോടത്ത് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരു കയ്യിൽ മാത്രം 18 ആയുധങ്ങൾ കൊണ്ട് നടത്താവുന്ന അഭ്യാസ പ്രകടനത്തിന്റെ പാഠവം ഏതൊരു ആൾ രൂപത്തിൽ സന്നിവേശിച്ചിട്ടുണ്ടോ ആ ആൾ രൂപത്തിന് അന്ന് മക്ക വിളിച്ച പേരാണ് അസ്വദ്. ആ അസ്വദിന്റെ കയ്യിൽ നിന്നും ഒരു മുഴം നീളമുള്ള പിടിഭാഗം തുരുമ്പിച്ച വാളിന്റെ ചരിത്രത്തിൽ വിസ്മയം തീർത്ത ആ വാൾപ്പയറ്റിൽ മഹാനായ ഹംസത്തുൽ ഖറാർ തീർത്ത വിജയമാണ് ബദറിന്റെ തുടക്കം. അവരുടെ കയ്യിലുണ്ടായിരുന്നത് അതാണ്. അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് തരട്ടെ. ആയുസ്സിൽ അവലോകനം നടത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇതിനപ്പുറം ഇനി ഒരു നല്ല സാഹചര്യം വേറെയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. എടോ, ഈമാനിന്റെ അഭയം എവിടെ എന്നറിയുമോ? പ്രകാശത്തിന്റെ അഭയം ആകാശമാ, പ്രകാശത്തിന്റെ തുടക്കം ആകാശമാ, വെള്ളത്തിന്റെ ഉറവിടം അടിസ്ഥാനം ഭൂമിയുടെ അന്തർധാരയാ. ഇങ്ങനെ ഓരോ ഉറവിടങ്ങളെ നാം കണ്ടെത്തുമ്പോൾ ഈമാനിനും ഒരു ഉറവിടമുണ്ട്, അത് പരിശുദ്ധ മദീനയാ. ഈമാൻ മദീനയിലേക്ക് ചേക്കേറും അവസാന കാലഘട്ടത്തിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ തമ്പുരാനെ. ഈമാൻ വലിയ വിഷയമാണ്. ഈ കാലഘട്ടം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്നതിന്റെ ജീവനാണടോ ഈമാൻ. ഇസ്ലാം എന്ന കർമ്മത്തിന്റെ ജീവനാണ് ഈമാൻ എന്ന വിശ്വാസം. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഈമാൻ മദീനയിലേക്ക് മടങ്ങും. ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ അഭയമായ മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ. ഈ ഹദീസിന്റെ വ്യാഖ്യാനം കേട്ടോളൂ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഈ ഹദീസിന് ഇമാം നബവി കൊടുക്കുന്ന വ്യാഖ്യാനം, ഐ മസ്ജിദൈ മക്ക വൽ മദീന. മക്കത്തെ പള്ളിയുടെയും മദീനത്തെ പള്ളിയുടെയും ഇടയിലുള്ള ആ പ്രവശ്യയിൽ മാത്രം ഈമാനുള്ള മനുഷ്യരെ കാണുന്ന കാലമാണ് ഈ ഹദീസ് കൊണ്ട് ലക്ഷ്യമാക്കിയത്. അതായത് നമ്മളീ നോക്കി ഈമാൻ പോവാൻ സാധ്യത. ഇവിടെ നമുക്ക് വ്യക്തി വിചാരണകൾ ധാരാളമാവാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സഫ് ഒരു കച്ചവടത്തിന്റെ ഉപമ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ബിസിയാണ്, അല്ലേ? അൽഹാകുമുത് തകാസുർ. നിങ്ങളൊക്കെ ബിസിയാണ്, തിരക്കാണെന്ന് ഖുർആൻ. എന്തിനുള്ള തിരക്കാണ്? അൽഹാകുമുത് തകാസുർ. പൊങ്ങച്ചം കാണിക്കാൻ, വലിപ്പത്തരം കാണിക്കാൻ, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് മനുഷ്യ സമൂഹമേ നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഖുർആൻ. അല്ലാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ.
ഹത്താ സുർത്തുമുൽ മഖാബിർ, മനസ്സിന്റെ അകത്ത് വരുന്ന ആ സ്വാർത്ഥ താല്പര്യമുണ്ടല്ലോ, ഞാൻ തരക്കേടില്ല എന്ന തോന്നലെത്തിക്കുന്ന ആ കിബിർ നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്ന പരാജയമുണ്ടല്ലോ, ഒരു മനുഷ്യ മനസ്സിന്റെ ആ വിചാരം എവിടെ വരെ നിൽക്കുമെന്നറിയുമോ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തുന്നവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് മണ്ണ് കയറുന്നവരെ, അവിടെ വരെ നമ്മൾ പൊങ്ങച്ചിട്ടില്ല, അവിടെ വരെ നമ്മൾ തിരക്കാണെന്ന് ഖുർആൻ. എന്റെ നേരെ നോക്കണ്ട, ഇതെങ്ങനെ തന്നെയാ ഖുർആനിലുള്ളത്. നമ്മൾ വലുതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും അധ്വാനം. അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. ഒരു മനുഷ്യൻ ഹലാലായ മുതൽ സമ്പാദിക്കാൻ പോയാൽ അവൻ അതിൽ അഫാഫത്താണ് കരുതുന്നത് എങ്കിൽ അവന്റെ സൽപ്പേരും അവന്റെ ദീനീ നിഷ്ഠയും അവന്റെ ആത്മാഭിമാനവും അവന്റെ കുടുംബം ഹലാൽ തിന്നണമെന്ന നിർബന്ധ ബുദ്ധിയുമാണ് ഒരു സമ്പാദ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ അവന്റെ നിയ്യത്തതാണെങ്കിൽ അവൻ ജിഹാദ് ചെയ്യുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാത്തവൻ പിശാചിന്റെ മാർഗത്തിലാണ്. വലിപ്പം കാണിക്കാൻ സമ്പാദിക്കുന്ന സമ്പാദ്യവും അതിനുള്ള അധ്വാനവും പിശാചിന്റെ മാർഗത്തിലാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ ആദർശബോധം അതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇനി പറയട്ടെ, നമ്മൾ തിരക്കാണ് എങ്കിൽ ആ തിരക്ക് അള്ളാന്റെ മാർഗത്തിലാവണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ ഒരു തിരക്കിന്റെ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു സങ്കല്പത്തിലൂടെ നമുക്കത് പരിചയപ്പെടാം. ഒരു കച്ചവടക്കാരൻ, ഏത് കച്ചവടക്കാരനായത്, അത് മീൻ കച്ചവടക്കാരനാണെങ്കിൽ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി ഹാർബറിൽ പോയോ അല്ലെങ്കിൽ ബോട്ടുകാർ വരുന്നിടത്ത് പോയോ, ആ അത്രയും തണുപ്പത്ത് ഈ ഡിസംബർ മാസത്തിലൊക്കെ ഇത്രയും മഞ്ഞ് പെയ്തിറങ്ങുന്ന സന്ദർഭത്തിലും ഐസ് കട്ടയിലേക്ക് കയ്യങ്ങ് കുത്തി വാരിക്കോരിയെടുക്കുന്ന ഐസ് കഷ്ണങ്ങൾ അയാളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു വലിയ ത്യാഗം, അത് മുഖേന അയാൾ സഹിക്കുന്നതും ക്ഷമിക്കുന്നതുമായ ഒരു അനുഭവം. എത്ര ഒരുങ്ങിയാലാ അയാൾ ഒരു കച്ചവടക്കാരനായി ഒരു ലാഭത്തിലേക്ക് എത്താം. ഏത് കച്ചവടത്തിന് അധ്വാനമില്ലാത്തത്? വ്യവസായ പ്രമുഖന്റെ ഈ അടുത്ത ദിവസത്തെ വൈറലായ ഒരു ശബ്ദ സന്ദേശം പോലും, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പോലും 9 മണിക്കൂർ അദ്ദേഹവും അധ്വാനിക്കുന്നു എന്നാ പറഞ്ഞത്. അത്രത്തോളം അധ്വാനമില്ലാത്ത ഒരു പണിയില്ല, ലാഭം ഉണ്ടാവണം ഈ പണിയെടുക്കണം. എന്നാൽ ഖുർആൻ പറയുന്നു, ഒരു കച്ചവടത്തെ പോലെ, ഒരു പലചരക്ക് കച്ചവടക്കാരനെ പോലെ, ഒരു പച്ചമത്സ്യം വിൽക്കുന്ന കച്ചവടക്കാരനെ പോലെ എത്ര ഉറക്കമൊഴിക്കണം. അവന്റെ മുന്നിൽ വന്ന് ഒരു കസ്റ്റമർ വരുന്നത് വരെ അവൻ എത്ര ഒരുങ്ങണം. ഒരു ചായക്കട നടത്തുന്നവൻ 5 മണിക്ക് കട തുറന്നാൽ ചായയും അതിന്റെ കൂടെ ഒരു കടിയും കൊടുക്കണമെങ്കിൽ അവൻ 3 മണിക്ക് ഒരുങ്ങണം. അവൻ അന്ന് കട അടച്ചു പോയി കിടക്കുന്നത് രാത്രി 12 മണിയാവും. കട കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി രാവിലത്തേക്കുള്ള മാവ് കുഴച്ചു പോകുമ്പോൾ എവിടെയാ മനുഷ്യന്? ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിച്ചപ്പോൾ ആരാ ജയിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദുനിയവിയായ ഫിക്റില്ല. അദ്ദേഹത്തിന്റെ ജ്വരം മുഴുവനും ആ ചായക്കടയാണ്. ഒരു കച്ചവടമാ നമ്മുടെ ജീവിതം. ആ കച്ചവടത്തെ അല്ലാഹു പരിചയപ്പെടുത്തി, ആ കച്ചവടം നമുക്ക് നിർബന്ധമാണ്. ആ കച്ചവടത്തിൽ വിജയിച്ചേ പറ്റൂ. ആ കച്ചവടം നമുക്ക് അള്ളാന്റെ വേദനാജനകമായ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാ കച്ചവടത്തിൽ വിജയിച്ചാൽ നമുക്ക് ലഭ്യം എന്ന് പരിശുദ്ധ ഖുർആൻ. കച്ചവടത്തിന് പോവാനുള്ള ക്യാപിറ്റൽ എമൗണ്ട്, അതിന്റെ മൂലധനം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. ഒരു തീപ്പൊരി പോലെ മനസ്സിന്റെ അകത്തുള്ള ഈമാൻ, ഈമാൻ തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിൽ മാത്രമല്ലടോ, അത് ഹൃദയത്തിൽ നിന്നാണ് നാവിലെത്തേണ്ടത്. അത് ആ ഹൃദയത്തിൽ ഒരല്പം ഉണ്ട്. ഇനി ആ അല്പത്തെ അത് വലുതാക്കാനുള്ള ശ്രമം എന്തോ, അതാണ് ഈ കച്ചവടം. കേട്ടോളൂ, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും.
നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങളെ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുക്കേണ്ട പ്രതീതിയെ അക്ഷരം കൊണ്ട് അവതരിപ്പിച്ചു. അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ധനം അള്ളാന്റെ മാർഗത്തിലേക്ക് നമ്മൾ ത്യാഗവൽക്കരിക്കോ, അതാണ് ആ കച്ചവടത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സീലിംഗ് എന്ന് പരിശുദ്ധ ഖുർആൻ. ശരീരം കൊണ്ടുള്ള അധ്വാനം, സമ്പത്ത് കൊണ്ടുള്ള അധ്വാനത്തിന്റെ ശേഷമാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ദാലിക്കും ഖൈറുൽ ലക്കും. ദാലിക്കും എന്ന് പറഞ്ഞ ഇഷാറത്ത് ഒരുപാട് കാര്യങ്ങളിലേക്കായതുകൊണ്ടാക്കും. നിങ്ങളോടെല്ലാവരോടും കൂടെ പറയട്ടെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഖൈർ മഅനയുടെ ഭാഗത്ത് കൂടി അഫ്അൽ തഫ്ളീൽ എന്ന ഇതിന്റെ വ്യാകരണം. ഖൈർ അൽഫിയ പോലെയുള്ള അറബി വ്യാകരണത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരു സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ഏറ്റവും ഖൈർ എന്ന തമ്പുരാൻ പറഞ്ഞു. ഇനി അതിനപ്പുറം വേറൊരു ഖൈറില്ല. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനത്തെ ഒരു കച്ചവടക്കാരന്റെ മനസ്സ് പോലെ എന്ത് ചെയ്താലും, എന്ത് കൊടുത്താലും, എന്ത് വാങ്ങിയാലും അല്ലാഹ് ഇഷ്ടപ്പെടുന്നോ എന്ന വിചാരത്തിന് ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് ഈമാൻ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ആയുസ്സിങ്ങനെ ആയുസ് ചുരുങ്ങാ ചിരിച്ചിരിക്കുന്ന മനുഷ്യന്റെ ചുണ്ടുകൾ അടയുന്നതിന് മുന്നേ മരണത്തിന്റെ വെപ്രാളത്തിൽ അവൻ വായ പൊളിച്ചുകൊണ്ട് മരിച്ചു പോകുന്നു. ഒന്ന് തുമ്മിയാൽ ഇനി അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാത്ത ജീവിതം. ഒന്ന് ചുമച്ചാൽ ആ ചുമ നിലയ്ക്കാതെ മരിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ മനുഷ്യ ജീവിതങ്ങൾ ഒടുങ്ങുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലില്ലേ? എത്ര പെട്ടെന്ന് ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്നോടത്ത് ഒരു ചെറിയ ഓർമ്മയുടെ ഓളങ്ങളിലില്ലേ നമ്മുടെ കൂടെ മുൻകാലങ്ങളിൽ ഇരുന്ന ആളുകൾ എത്ര പെട്ടെന്ന് പ്രത്യക്ഷമായി. മരണത്തിന്റെ കാരണങ്ങൾ എത്ര വേഗമാ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ജീവിക്കുക, ഒരാൾ ജീവിച്ചു പോവുക എന്ന സാധ്യതയേക്കാൾ അയാളുടെ മുന്നിൽ എത്രയോ പതിന്മടങ്ങാണ് അയാൾ മരിച്ചു പോകുമെന്നുള്ള കാരണങ്ങൾ, സാഹചര്യങ്ങൾ വന്നുകൂടുന്നത്. അവിടെയാ നമുക്ക് ഈ ആയത്ത് പ്രചോദനമാവേണ്ടത്. നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി എന്ന് ഓരോ ശരീരവും ആലോചിക്കട്ടെ എന്ന് ഖുർആൻ. അല്ലാഹുവേ, ആ ബോധം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാന്മാരായ നമ്മുടെ ആയിമ്മത്ത് ആ വിഷയത്തിലേക്ക് എത്ര ഗൗരവത്തോടു കൂടിയ വാക്കുകളാ കൊണ്ടുവരുന്നത്. ഗദാഉൽ അൽബാബ് എന്ന് പറയുന്ന കിതാബില് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സമുന്നതമായ ഒരു ഉപദേശം കൊടുക്കുന്നത് കാണാം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ലോകത്തോട് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. ലൈസ യൗമൻ യഅതി മിൻ അയ്യാമിദ് ദുനിയാ ഇല്ലാ യതകല്ലം. ഈ ലോകത്തേക്ക് ഓരോ പ്രഭാതത്തിന്റെയും പൊൻപുലരിയിൽ കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ചിരിച്ചു കാണിക്കുമ്പോൾ, ജ്വലിച്ചുയരുമ്പോൾ, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഓരോ ദിവസവും ഓരോ അവസരമാ. കഴിഞ്ഞത് കഴിഞ്ഞടോ അല്ലാഹ് പുറത്തു തരും. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ഒന്ന് പഠിച്ചാൽ അല്ലാഹനെ പരിചയപ്പെടാമല്ലോ. അല്ലാഹനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും കൂടുതൽ പ്രയോഗങ്ങൾ അല്ലാഹ് കാരുണ്യവാനെന്ന, അല്ലാഹു പുറത്തു തരുന്നവനെന്ന, ദുൻതിഖാം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാ. അല്ലാഹുവിന് ഇഷ്ടം അവന്റെ അടിമയെ നരകത്തിലിട്ട് കരിക്കലല്ല, സ്വർഗത്തിന്റെ പൂമത്തയിലിട്ട് പുന്നാരിക്കല അല്ലാഹുവിന് ഇഷ്ടം. ഒരു പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ 975 കാറ്റ് സ്റ്റീവൻസിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ആ മഹത്വവചനത്തിൽ 2 പ്രാവശ്യം അല്ലാഹുവിന്റെ റഹ്മത്ത് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം പോലും അല്ലാഹുവിന്റെ അദാബില്ലല്ലോ. 114 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച പദമല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് കഴിഞ്ഞടോ. ഇവിടെ നിന്ന് പുതിയത് തുടങ്ങാം. ഒരു പുതിയ അവസരമാ മനുഷ്യ ആയുസ്സിലെ ഒരു ദിവസം വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു.
ഈ ദുനിയാവിലേക്ക് ഓരോ പ്രഭാതവും കടന്നു വരുമ്പോൾ ആകാശത്തിന്റെ ചുവട്ടിലുള്ള മനുഷ്യവർഗത്തോടൊരു ഉപദേശം ഇല്ലാതെ ഇല്ല. ആ ദിവസം പറഞ്ഞിട്ടേ പോകൂ. എന്താണ് ആ ദിവസം പറഞ്ഞിട്ട് പോകുന്നത്? യഖൂൽ യാ അയ്യുഹന്നാസ് ഇന്നി യൗമു ജദീദ്. ഞാനൊരു പുതിയ ദിവസാടോ, ഞാനൊരു പുതിയ ദിവസ. അതുകൊണ്ട് വ ഇന്നി അലാ മാ യുഅമലു ഫീ അശ്ശഹീദ്. ഇന്ന് നീ ചെയ്യുന്ന കർമ്മങ്ങളെ അനുകൂലമായും പ്രതികൂലമായും അള്ളാന്റെ മുന്നിൽ ഉദ്ധരിക്കാൻ ഞാൻ നിനക്ക് സാക്ഷിയാടോ എന്ന് ഓരോ ദിവസവും പറയും. ഓരോ ദിവസവും ഉറങ്ങുന്ന വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാ പോരെ. ജീവിതത്തിന്റെ 1/3 ഭാഗം ഉറക്കമെന്ന് സങ്കല്പിക്കൂ. അതായത് 8 മണിക്കൂർ ഉറങ്ങുന്നു എങ്കിൽ 3 വിഭാഗത്തിന്റെ നന്മയും തിന്മയും എഴുതരുതെന്ന് മലക്കിനോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് ഉറക്കക്കാരനാ, ഒന്ന് കുട്ടിയാ, ഒന്ന് ഭ്രാന്തനാ. ഉറങ്ങുന്ന വരെയുള്ള നമ്മുടെ സമയത്തെ, ഉറങ്ങുന്ന വരെയുള്ള നമ്മുടെ രീതികളെ, പ്രവർത്തികളെ, ചിന്തകളെ, വാക്കുകളെ നമുക്കൊന്ന് ക്രമീകരിക്കാൻ കഴിയുന്ന പക്വതക്ക് പറയുന്ന പ്രവർത്തന, ആ പക്വതക്ക് പറയുന്ന പേരാണ് ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പ്രഭാതം നമ്മോട് പറഞ്ഞു, ഓരോ പ്രഭാതവും പറയും. ഒരു പുതുവത്സരം വരുന്നുവെങ്കിൽ ആ പ്രഭാതം എന്തായാലും നമ്മോട് പറയും. അള്ളാഹു ആയുസ്സും ആരോഗ്യവും തരട്ടെ. ഞാൻ ഇന്ന് ഒരു പുതിയ ദിവസമായ നിന്നിലേക്ക് വന്നത്. ഞാൻ നിന്നോട് യാത്ര പറയാൻ കുറഞ്ഞ നേരേ ഉള്ളൂ. നിനക്കറിയുമോ മനുഷ്യ, വഇന്നി ലൗ ഖദ് ഗറബത്തിശ് ശംസു ലം അർജിഉ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഇന്നിന്റെ സായാഹ്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ ചെഞ്ചായമണിഞ്ഞാൽ ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ആ പകലാണ് ഞാൻ, ആ രാവാണ് ഞാനെന്ന് ഓരോ ദിവസവും മനുഷ്യനോട് വാചാലമാണെന്ന് ഓരോ ദിവസവും മനുഷ്യനോട് വാചാലമാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ, ചില അപകടങ്ങൾ, ചില സങ്കടങ്ങൾ മനുഷ്യനെ ആത്മീയമായി പുരോഗതിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നത് എവിടെയാണ്? പലതും നമുക്കുണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ അത് ഉമ്മ മരിച്ചപ്പോഴായിരിക്കും ചില ആളുകളുടെ മനസ്സിൽ വന്നത്. അതൊരു പക്ഷേ ബിസിനസ്സിലെ നഷ്ടം വന്നപ്പോഴായിരിക്കും. നമ്മുടെ ആത്മവിചിന്തനത്തിന് ഒരു അവസരമല്ല തന്നത്. അവിടം കൊണ്ടങ്ങ് പിടിക്കാ, അവിടം കൊണ്ടങ്ങ് നന്നാവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചരിത്രത്തിൽ ഉന്നതരായ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു വഴിത്തിരിവ് നമുക്ക് കാണാൻ കഴിയും. ആത്മവിചിന്തനം നടത്താൻ ഒരു അനുഭവത്തെ നമ്മൾ അങ്ങ് ഓർക്കാം. ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ടു ഒരു വാട്സാപ്പ് മെസ്സേജ്, ഒരു വാർത്തയാണ്. കടുവയുടെ മുന്നിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ രാത്രി ടാപ്പിങ്ങിന് പോയതാ. റബ്ബർ തോട്ടത്തിൽ കടുവ. അവിടെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് ആ കടുവ ഇദ്ദേഹത്തെ ഓടിച്ചു കൊണ്ടുപോകുമ്പോഴാ മരത്തിൽ നിന്നും അടർന്നു വീണ കൊമ്പിൽ പിടിച്ചിരുന്ന ഒരു കുരങ്ങൻ ഈ കടുവയുടെ മുന്നിൽ ചാടിയത്. അദ്ദേഹം പറയാം, ആ കുരങ്ങനെ കടിക്കാൻ ആ കടുവയുടെ വായ തുറന്നതും കടിച്ചോടത്ത് കിട്ടിയതും സംഭവിച്ചില്ലെങ്കിൽ ആ കുരങ്ങന്റെ സ്ഥാനത്ത് ഞാനാകുമായിരുന്നു എന്ന്. അത്രത്തോളം ജീവിതത്തിന്റെ നടുക്കങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ പലതും ഉണ്ടാവാം. അവിടെ മുന്നോട്ട് പിടിക്കണം, എന്നിട്ട് അങ്ങോട്ട് നീങ്ങണം. ഞാൻ ചിന്തിക്കുന്നു, ഒരു 10-35 വയസ്സായാൽ ഇത്രയും നാളും അടിച്ചു പൊളിച്ചില്ലേ, ഇനി അങ്ങ് നന്നായിക്കൂടെ? ഒരു 10-40 വയസ്സായാൽ ഇത്രയും നാളും ഞാൻ അല്ലാഹനെ മറന്ന് ജീവിച്ചില്ലേ, ഇനി അങ്ങ് നന്നായിക്കൂടെ? എന്തായാലും ഇനി ഒരു 40 കിട്ടൂല എന്നത് ഉറപ്പാണ്. ചിന്തിച്ചാൽ മതി, അവിടെ നിന്ന് പിടിക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ فَالْتَقَمَهُ الْحُوتُ وَهُوَ مُلِيمٌ فَلَوْلَا أَنَّهُ مِنَ الْمُسَبِّحِينَ للبث في بطنه إلى يوم يبعثون فنبذناه بالغراء وهو سقيم.
ചരിത്രത്തിൽ അതുല്യനായ ഒരു മഹാൻ യൂനുസ് നബി അലൈഹിസ്സലാം. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് യൂനുസ് എന്ന ഖുർആനിൽ. അള്ളാഹുവിന്റെ ഖുർആൻ 4 പ്രാവശ്യം പേരെടുത്ത് പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ള മഹാനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അള്ളാന്റെ അദാബ് വരാൻ വൈകിയതിൽ അക്ഷമ കാണിച്ചു. അതൊരു തെറ്റല്ല, സഹജമായി ഉണ്ടാവുന്ന ഒരു വൈകാരികത. അക്ഷമ മനസ്സിൽ തോന്നി, ദേഷ്യം വന്നു. ദേഷ്യം വരാത്ത മനുഷ്യരുണ്ടോ? പക്ഷെ ഒരു പ്രവാചകത്വത്തിലേക്ക് നോക്കുമ്പോ ഒരു ചിന്താ പ്രശ്നമാണത്. അല്ലെങ്കിൽ ആ മഹാൻ ഒന്നുകൂടി അവിടെ ശരിയാവേണ്ടതുണ്ട്. ക്ഷമ പാലിക്കാമായിരുന്നു. ആ ക്ഷമയുടെ വില പഠിപ്പിച്ചു അള്ളാഹു. മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിച്ചു. മത്സ്യത്തിന്റെ വയറ്റിലെത്തിയ ശേഷം മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു രാവും പകലുമാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നത് എന്ന്. അല്ല 3 ദിവസമാണെന്ന്, അല്ല 7 ദിവസമാണ്, അല്ല 20 ദിവസം, അല്ല 40 ദിവസം. ളുലുമാത്ത് എന്നാണ് ഖുർആൻ ആ വിഷയത്തെ അവതരിപ്പിച്ചുകൊടുത്ത് പറഞ്ഞത്. ഫനാദാ ഫിദ്ദുലുമാത്ത്, ഇരുട്ടുകളിലാ ജീവിതം എത്തിയത്. പ്രകാശത്തിന്റെ വലിയ പ്രസരത്തിൽ നിന്നും ഇരുട്ടിന്റെ ഗോഹരങ്ങളിലെത്തി. എന്താ ഇരുട്ടുകൾ? ഒരു സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും രാവിന്റെ ഇരുട്ട്. വലിയ സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ തീർക്കപ്പെട്ടിട്ടുള്ളതായ വലിയ വലിയ ഭയാനകരമായ ഇരുട്ട്. മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ അതും ഇരുട്ട്. എങ്ങനെ 3 ഇരുട്ടിലേക്ക് ഒരു ജീവിതവും എത്തിയിട്ടില്ല. ഒരു മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്ന 3 ഇരുട്ടുകളെ അഭിമുഖീകരിച്ചോടത്ത ഒരു പ്രവാചകത്വത്തിൽ പോലും ജീവിതത്തെ തിരുത്തിയ, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ആത്മവിചിന്തനം നടത്തിയ ഒരു ഞെട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ അത്രത്തോളം ഇല്ലേൽ പോലും ഒരു ഞെട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ആക്സിഡന്റിൽ നിന്നും ഒരു തലനാരി ഇഴയിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഓർമ്മയായിരിക്കും ഒരുപക്ഷെ ഒരു മനുഷ്യൻ നന്നാവാൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നന്നാവാനുള്ള ബോധം തരട്ടെ. ആ ഇരുട്ടിൽ കിടന്ന മനുഷ്യന്റെ വിചാര പദങ്ങളിൽ പിന്നെ വന്നത് മുഴുവൻ അല്ലാഹ് എന്ന ചിന്തയാ. ഖുർആൻ പറയുന്നു, ഒരു വലിയ പ്രാർത്ഥന, വലിയ ഒരു ദിക്റാണ് ഇത്. പാപികളുടെ മുന്നിൽ, നന്നാവണമെന്ന ആഗ്രഹമുള്ളവന്റെ മുന്നിൽ ഈ പ്രാർത്ഥന നൽകുന്ന ഒരു ശക്തി വേറെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 87-ാമത്തെ ആയത്ത്, ഫനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറത്തുൽ അംബിയാഇന്റെ 87-ാമത്തെ ആയത്ത് ഒരു വട്ടം ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലാ അൻത കുന്തു മിനൽ ളാലിമീൻ. എപ്പ ദുആ എന്നാലും ഈ ദിക്ർ വേണം. ഇതൊരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലണം ഒരു ദിവസം. അല്ലാഹുവിലേക്കുള്ള മടക്കത്തെ കുറിച്ച് ഓർക്കുമ്പോ, ഒന്ന് നന്നാവണമെന്ന് തോന്നുമ്പോ ഈ ദിക്ർ ചൊല്ലിക്കോ. ദുആ ചെയ്യുന്നോടത്ത് പോലും വിനയത്തിൽ ഒരു മനുഷ്യൻ എത്ര കണ്ട് തരം താഴാവുന്നുവോ, സൃഷ്ടാവിന്റെ മുന്നിൽ വിനയം കാണിച്ച് താഴ്ന്നു നിൽക്കേണ്ട ഒരു ദിക്ർ, ആ ഒരു അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടുപോയി എത്തിക്കുന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധ്യൻ നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയാണ് അല്ലാഹ്, ഞാൻ അക്രമിയാണ് അല്ലാഹ്. ജീവിതത്തോട് ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.